തായവ ഉസ്താദ് വന്നത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞു, ഇപ്പോൾ പ്രവേശനമില്ല, ഇപ്പോൾ അടച്ച സമയമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, സീം വലുതായിട്ട് വലിയ ബന്ധമുള്ള ആളാണല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ വന്നിട്ടുണ്ട്, തായവ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്ന ഉടനെ പിന്നെ ഇവർ പറഞ്ഞു, ഇങ്ങനെ തായവ വന്നിട്ടുണ്ട്, അവരോട് വരാൻ പറയുന്നു. അങ്ങനെ നേരെ വന്നു സീം വലുതാൻ്റെ അടുക്കൽ. അപ്പോൾ തായവ ഈ ഉസ്താദ് പോകുന്നത് എന്തിനാണ്? അവരുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കണം. ഈ പള്ളിയുടെ വിഷയം ഒന്ന് സീം വലുതാഹിയോട് പറയാൻ വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത്. വലിയ പള്ളി ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശം. പക്ഷേ പള്ളിക്കാണെങ്കിൽ ഒരു ഫണ്ടും കാര്യമൊന്നുമില്ല. അത് സീം വലുതാനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു വഴി ഉണ്ടാവണം, അത് പള്ളി ഉണ്ടാവണം, അതിനു വേണ്ടി ഒരു പറയാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ ചെന്നു. അങ്ങനെ സീം വലുതായി വാതിൽ തുറന്നു, ഉള്ളിൽ കയറി സംസാരിച്ച സമയത്ത് അവരുടെ മകനും കൂടെ ഉണ്ട്, തായവ അവരുടെ അബ്ദുസ്സലാം മുസ്ലിയാർ, അവരും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഇവർ പറഞ്ഞു, തായവ ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവണം, ആ പള്ളി ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, ഞങ്ങൾക്ക് പള്ളി വേണമെന്ന് പറഞ്ഞു. അത് പള്ളി ശരിയാവുമെന്ന് പറഞ്ഞു. സിമലതായി പറഞ്ഞു, പള്ളി അങ്ങാവും, പള്ളി റെഡിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തായവ ഉസ്താദ് പറഞ്ഞു, അത് നിങ്ങളങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് പള്ളി തന്നെ ആണോ, പള്ളി നിങ്ങൾ ശരിയാക്കി തരണമെന്ന്, നിങ്ങൾ ദ്വാരന്നിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾ പള്ളി ഉണ്ടാവണമെന്ന് പറഞ്ഞു. പള്ളിൻ്റെ കാര്യം നിങ്ങൾ ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ സീം വലുതായി ആ കിടന്ന കിടപ്പിന്ന് എഴുന്നേറ്റ് വന്നിട്ട് നേരെ മഹാനവറുകൾ ഉപയോഗിക്കുന്ന അൾമാറ തുറന്നു. ഒരു സൂൾ കേസും അൾമാരൊക്കെ ഉണ്ട് അവിടെ, അത് തുറന്നിട്ട് അപ്പോൾ ഈ അബ്ദുസ്സലാം മുസ്ലിയാർ പറഞ്ഞു തരണം, കുറേ 50ൻ്റെ നോട്ടുകൾ, 20ൻ്റെ നോട്ടുകൾ, 10ൻ്റെ നോട്ടുകളൊക്കെ, അന്ന് പൈസ ഒക്കെ കയ്യിലുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് അവിടുന്ന് മഹാനവറുകൾ ഒരു കോയിൻസ് എടുത്ത്, വേറെ വേദി തുറന്നിട്ട് അതിൽ നിന്നൊരു കോയിൻസ് എടുത്തിട്ട് എന്ത് ചെയ്തു, അവിടുന്ന് എടുത്തു കൊടുത്തു. ഈ കോയിൻസ് എടുത്തു കൊടുത്തു. അപ്പോൾ ഈ സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്, ഉപ്പ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് പെട്ടെന്ന് ഒരു അടവ് അടിച്ച് ആ സമയത്തുള്ള സംഭവമാണ്. കാരണം ഉപ്പ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്യാഷൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പനോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറേ കടലാസുകൾ ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ കൊടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതതിൻ്റെ മുമ്പ് മഹാനവറുകൾ എന്തിനോ വേണ്ടി കുറഞ്ഞ കാലം അടിച്ച ആ സമയത്തുള്ള സംഭവമാണ്. അങ്ങനെ 1 രൂപ എടുത്തിട്ട് മഹാനവറുകൾ തായവ ഉസ്താദിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോളി, പള്ളി അങ്ങ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദിന് സമാധാനം, കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു ഉറുപ്പ്യ വർക്കത്തിന് കിട്ടി. നമ്മൾ നേരത്തെ മുമ്പൊക്കെ പറഞ്ഞത്, ഒരു ഉറുപ്പ്യ കൊണ്ട് ഹജ്ജിന് പോയ കഥ സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഉറുപ്പ്യ കൊടുത്തിട്ട് ഹജ്ജിന് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആൾ വന്നിട്ട് ഹജ്ജിൻ്റെ ഫുൾ പൈസ അടിച്ചിട്ട് കൊണ്ടുപോയ സംഭവം നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ പറഞ്ഞാണല്ലോ. അങ്ങനെ 1 രൂപ കൊടുത്തിട്ട് സീം വലുതായി ഈ തായവ ഉസ്താദിനെ എടുത്തിട്ട് കൊടുത്ത്, ഇത് പള്ളി അങ്ങ് ആയിക്കോളൂ, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരാളിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്, വയനാട്ടുകാരൻ ഒരാൾ. സീം വലുതാനെ കാണാൻ വേണ്ടി വന്നതാണ്, വലിയൊരു മുതലാളിയാണ്, കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ കണ്ടോ? ഞങ്ങൾ കണ്ടു. എന്തായിരുന്നു വിഷയം? ഞാനിങ്ങനെ പള്ളീൻ്റെ വിഷയം പറഞ്ഞു, ഞാൻ പള്ളിയൊന്നിൻ്റെ കാര്യമൊന്നും സീം വലുതാനോട് പറയാൻ വേണ്ടി വന്നു. എന്നിട്ട് അവിടെ നിന്ന് എന്ത് പറഞ്ഞു, 1 റുപ്യ എടുത്ത് മഹാനവറുകൾ മന്ത്രിച്ചിട്ട് തന്നു, പള്ളി അങ്ങ് ആയിക്കോളൂന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾ ചോദിച്ചു, പള്ളി വലിയ പള്ളിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യം വലിയ പള്ളി, ഇത്ര അതിൻ്റെ ഒരു അളവൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ തറക്ക് എത്രയാണോ പൈസ അത് ഞാൻ തരാമെന്ന് പറഞ്ഞു ഒരാൾ. അങ്ങനെ തറയുടെ കാര്യം അവിടെ നിന്ന് തന്നെ ആ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആ പള്ളീൻ്റെ ആ വീടിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്ന ആൾ തറയുടെ കാര്യം അയാളെ ഏറ്റു. അങ്ങനെ തറ കെട്ടിയ സമയത്ത് വേറെ ഏതൊരാളെ കണ്ടിട്ട് എന്തായി, കല്ല് വേറൊരു ടീം ഇറക്കി കൊടുത്തു. അങ്ങനെ മൂപ്പര് പറയാണ് 6 ആളുകൾ കൂടിയിട്ട് എന്തായി, ആ പള്ളി വളരെ റാഹത്തായ രൂപത്തിൽ മനോഹരമായ ഒരു പള്ളി ഉണ്ടായി. അപ്പോൾ അവർ പറയാറുണ്ട്, സീം വലുതായി മഹാനവറുകൾ ഈ 1 റുപ്യ മന്ത്രിച്ച് തന്നതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇത്രയും എളുപ്പത്തിൽ ഇങ്ങനെ എളുപ്പമായി എന്ന് പറയാറുണ്ട്. അല്ലാഹു തആല ഇത്തരം മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയവിയും ഉഖറവിയുമായ കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്തിലാക്കി തരുമാറാവട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദുനിയവിയും ഉഖറവിയുമായ കാര്യങ്ങൾക്കൊക്കെ വിജയത്തിലെത്താനുള്ള ഒരു കാരണമായി ഈ മഹാന്മാരോടുള്ള മഹബത്ത് അല്ലാഹു നമുക്ക് ആക്കി തരുമാറാവട്ടെ.